മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDF-ൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി ചർച്ചകൾ പുരോഗമിക്കുന്നു. 3 തവണ MLA ആയ N. ഷംസുദ്ദീൻ മാറണമെന്ന് ഒരു വിഭാഗവും ഷംസുദ്ദീൻ വേണമെന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇത്തവണ മണ്ണാർക്കാട്ടെ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പാക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആവശ്യം. ഇതിനായി കഴിഞ്ഞ ദിവസം ചില നേതാക്കൾ പാണക്കാടെത്തി സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലയൻ, സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി ഉൾപ്പെടെയുള്ള മറ്റൊരു വിഭാഗം ബുധനാഴ്ച പാണക്കാടെത്തി ഷംസുദ്ദീൻ തുടരുന്നതിൽ എതിർപ്പില്ലെന്ന് അറിയിച്ചു. അന്തിമ തീരുമാനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുമെന്ന് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. 3 തവണ ജനപ്രതിനിധികളായവർ മാറി നിൽക്കണമെന്ന മുസ്ലിം ലീഗിലെ വ്യവസ്ഥയിൽ ഷംസുദ്ദീന്റെ കാര്യത്തിൽ ഇളവുണ്ടാകാനാണ് സാധ്യത. 3 തവണ മണ്ണാർക്കാട് മണ്ഡലത്തിന് പുറത്തുള്ളയാളെ പിന്തുണച്ചെന്നും ഇത്തവണ മണ്ഡലത്തിലുള്ള ആളെ പരിഗണിക്കണമെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തോട് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതേസമയം മണ്ഡലത്തിൽ പൊതുവെ ഷംസുദ്ദീന് എതിർപ്പില്ലെന്നും ഒരു തവണ കൂടി അദ്ദേഹത്തെ പരിഗണിക്കാമെന്നുമാണ് റഷീദ് ആലയൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ മുൻ നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, കല്ലടി അബൂബക്കർ, നാസർ കൊമ്പത്ത് എന്നിവരുടെ പേരുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ കാലത്തും പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കേണ്ടവരാണ് മണ്ണാർക്കാട്ടുകാരെന്നും ചില കോണുകളിൽ അഭിപ്രായമുണ്ട്. CPI ഇത്തവണ പ്രാദേശിക നേതാക്കളെ മത്സരിപ്പിക്കാനാണ് സാധ്യത. എന്നാൽ ഇത്തവണ ഭരണം പിടിക്കുക എന്നതും വിജയസാധ്യതയ്ക്കുമാവും ലീഗ് പരിഗണന നൽകുക. അതേസമയം തങ്ങൾ പാണക്കാട് പോയത് മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങൾക്കാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിന് സമയമായിട്ടില്ലെന്നും സമയമാവുമ്പോൾ സംസ്ഥാന നേതൃത്വം മണ്ഡലം കമ്മിറ്റിയോട് അഭിപ്രായം തേടുമെന്നും റഷീദ് ആലയൻ അറിയിച്ചു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.